അവിടെയൊക്കെ ത്യാഗമുണ്ട്. നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനെ നാം ഭയക്കുന്നില്ല. നാം ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യ മുദ്രാവാക്യം കാർഷിക വിപ്ലവം വിജയിപ്പിക്കുക എന്നതായിരിക്കും. പഴവും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങണ്ട കരണേട്ടാ. ആർക്ക്? കുറുമ്പിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മറന്നൂല്ലേ? ആ കോപ്പ് മറന്നു. വാങ്ങിക്കാം. നീ കൊച്ചിനെ പിടി. അയ്യോ, ഇത് ആരിക്കരുണനോ? എന്തോന്നാ വേണ്ടത്? ബിസ്ക്കറ്റും ഒരു പടല പഴവും. ആ, ഇമ്പിടി ആളുകൾ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പത്രക്കാരും ടി വിക്കാരും. വൈകിട്ട് ഏതോ മന്ത്രി വരണമെന്ന് പറഞ്ഞു കേട്ടു. പുഷ്പങ്കം ചേട്ടോ, നാരേത്തരയിലേക്ക് നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങിയാലോ? എന്റെ പൊന്നുമോനെ, നമുക്ക് ഹെഡ് ഓഫീസ് മാത്രം മതി. പിള്ളേക്കും പിള്ളേർക്ക് സുഖം തന്നെയല്ലേ കാരണം. അച്ഛനായ കാലത്ത് നരകിച്ചാൽ എന്താ തെളിഞ്ഞില്ലേ? ശുക്ർ ഇല്ലേ? മതിയോ? ഓ, 50 രൂപ. മക്കൾക്കാ അനുഭവ യോഗം. 4-5 ലക്ഷം രൂപയെങ്കിലും കിട്ടിക്കാണൂല്ലേ? പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 10-12 മണി രാത്രിയായി കാണും. ഒരു കാറ് വന്ന് അതാ അവിടെ വന്ന് അങ്ങോട്ട് നിന്നു. നാരകത്തറയ്ക്കുള്ള വഴി ഏതാണെന്നൊരു ചോദ്യം. കാശും കൊണ്ട് വന്നതാ. ഏതായാലും ആ പിള്ളസാറിന് കൊള്ളക്കാരന് വെടിവെച്ചു കൊല്ലാൻ തോന്നിയതുകൊണ്ടാണല്ലോ ഈ കാശും ബഹളമൊക്കെ ഉണ്ടായത്. പിന്നെ വേറെ കൂട്ടത്തിൽ എത്ര പോലീസുകാരുണ്ടായിരുന്നതാ? അവർക്കാർക്കെങ്കിലും തോന്നിയോ ഈ ബുദ്ധി? അതാണ് തലയിലെഴുത്ത്. ഈശ്വര, ഇതുപോലെ കള്ളനോട്ടം മറ്റോ ആണോ? അവനിപ്പോ മോഷണവും പിടിച്ചോറിയൊക്കെ നിർത്തി കള്ളനോട്ടിന്റെ ഏർപ്പാട് തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. എടാ വാവുവേ, നീ ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ല്. അവിടെ സീരിയൽ പിടുത്തക്കാർ വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഞാനും കങ്ങഴക്കാരനൊരു കൂടിയും ഞങ്ങൾ രണ്ടാളും സഖാവിന്റെ ഒപ്പം തന്നെയായിരുന്നു ഡ്യൂട്ടി. പിന്നെ ഒത്തിരി പോലീസുകാരും ഉണ്ടായിരുന്നു. പേരും മറ്റും ഓർക്കുന്നില്ല. കരുണൻ, എന്റെ മോന കരുണൻ. മോനെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അച്ഛൻ അവിടെ നിന്നേ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? പറ. ഞാനും എന്റെ പിള്ളേരും ഇവിടെ ഇറങ്ങി തന്നിട്ട് വേണം ആ നസ്രാണിച്ചിയെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ അല്ലേ? എനിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഞാൻ വെറുതെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. നേരം വെളുക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മ, അച്ഛനെ വഴക്ക് പറയല്ലേ അമ്മ. അച്ഛൻ എന്നെ കുടിക്കില്ല. ആരുടെ അച്ഛനാടി? അങ്ങനെ ഒരു വിചാരം ഇയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ തരവഴിത്തരത്തിന് പോവായിരുന്നോ? എന്റെ കൂടെ പുറത്ത് മടുത്തെങ്കിൽ എന്നെയും പിള്ളേരും എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടാര്. അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിത്താ, അതും തിന്ന് ഞങ്ങൾ അങ്ങ് ചത്തോളാം. മിണ്ടാട്ടം ഉണ്ടോ നോക്കി ഇയാൾക്ക്? അല്ലെങ്കിൽ വേണ്ട, ഇന്നും കൊണ്ട് ഞാൻ തീർത്തു തരാം. ഞങ്ങളെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തിട്ട് മതി നിങ്ങളുടെ താന്തോന്നിത്തരം. കത്തി തീരട്ടെ. കണ്ടവളുമായി കൂടെ പൊറപ്പിക്കാൻ ഞങ്ങൾ തടസ്സമല്ല. തീരട്ടെ എല്ലാം. നാണക്കേട്. ഇങ്ങോട്ട് വാ. എന്താ ഇത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോരായോ? കരഞ്ഞു വിളിച്ച് ആൾക്കാരെ കൂട്ടണം. കേക്കട്ടെ, നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. സഹിക്കാനപ്പുറം ഞാൻ സഹിച്ചു. ഞാനും ഇയാൾക്ക് എന്റെ പിള്ളേരെ വേണ്ട, എന്നെ വേണ്ട. നേരം വെളുത്ത തുടങ്ങും കൂടി.
2 ദിവസം കൂടിയ ഇത്തിരി കഞ്ഞിയുടെ വെള്ളം ഇവിടെ തിളപ്പിച്ചത്. അത് കൊടുത്തപ്പോ പിള്ളേര് പറഞ്ഞു അച്ഛൻ വന്നിട്ട് മതിയെന്ന്. അതുങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചിയാൾക്ക് കാണിച്ചൂടെ? സ്വന്തം ചോരയ്ക്ക് പറഞ്ഞ പിള്ളേരല്ലേ? വയനാട്ടിൽ വെച്ച് അറുവാണിച്ച് കണ്ടുമുട്ടി അന്ന് തുടങ്ങിയതാ ഇത് എന്റെ മനംമാറ്റം. ഒന്നും മിണ്ടാതിരിക്കെ വെണ്ണം കൊണ്ട് പറഞ്ഞു പോയതാ ജാനു. എത്ര രാത്രിയായാലും ഉറക്കപ്പായി കിടക്കുന്ന പിള്ളേരെ വിളിച്ചുണർത്തി ഓരോ ഉരുള കൊടുക്കാൻ ജലപാനം കഴിക്കാത്ത മനുഷ്യനായിരുന്നു. ഇതിപ്പോ അതുങ്ങൾ കഴിച്ചോ കുടിച്ചോ ഒന്നും അറിയണ്ട. എനിക്കിനി ജീവിക്കണ്ടേ? എനിക്കിനി ജീവിക്കണ്ട. അകത്തേക്ക് വാ. എന്തോന്ന് വെള്ളിയാഴ്ച വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാം. മായാവി